നമസ്കാരം, ഞാൻ ദിനേശ് സോപ്പണ്ണിക. നമ്മളുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ചെടിയാണ് കേട്ടോ കറിവേപ്പ്. എന്ത് കറി ഉണ്ടാക്കുമ്പോഴേക്കും ഈ സാധനം വേണം. അപ്പൊ നമ്മൾ വരുന്ന കറിവേപ്പിലകൾ കടകളിൽ നിന്നൊക്കെ കിട്ടുന്നത്, തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന വിഷമടിച്ച കറിവേപ്പ് എന്ന് എല്ലാവരും പറയുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് വീട്ടിൽ നല്ലൊരു കറിവേപ്പ് വളർത്തിയാൽ പോരെ. നല്ല ഈർപ്പുള്ള സ്ഥലത്തെ, നന്നായി വെള്ളം കിട്ടുന്ന ഒരു സ്ഥലത്ത് നല്ല ജൈവവളങ്ങളിട്ട് ഒരു കറിവേപ്പ് വെച്ചാൽ ധാരാളം ഇല ഉണ്ടാവും. ഇനി ഇതിങ്ങനെ നീണ്ടു പോണതിന്റെ മുന്നേ അതിന്റെ തലപ്പൊന്ന് മുറിച്ചു കഴിഞ്ഞാൽ കൊമ്പും ചില്ലങ്ങളും പൊട്ടിയിട്ട് ഉണ്ടാവും. ഇത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇടയ്ക്കിടയ്ക്ക് ഇത് തല നുള്ളി കൊടുക്കുക. ഇല ഊരിയെടുക്കുന്ന ആളുകളുണ്ട്, ഇല മാത്രം പൊട്ടിച്ചെടുക്കുക. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇതിന്റെ കൊമ്പ് മുറിക്കുക. അങ്ങനെ എത്രത്തോളം താഴ്ത്തി മുറിക്കും തോറും, ഇപ്പൊ നിങ്ങൾ ഇപ്പോൾ കുഴിച്ചിട്ട് അതിന്റെ ഇവിടെ വെച്ച് പ്രൂൺ ചെയ്തോളൂ, അപ്പൊ ഇവിടുന്ന് കൊമ്പ് പൊട്ടും. അങ്ങനെ മാക്സിമം താഴ്ത്തി പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, തമിഴ്നാട് ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ ഈ പൊള്ളാച്ചി ഭാഗത്തൊക്കെ ഇതിന്റെ തോട്ടങ്ങൾ കാണാം. കുറ്റി കറിവേപ്പ് 3 അടി 4 അടി ഹൈറ്റിലൊക്കെ കറിവേപ്പ് തോട്ടങ്ങൾ കാണാം. അപ്പൊ അതെങ്ങനെ വളർത്തുന്ന വെച്ചാൽ അവർ പ്രൂൺ ചെയ്യുക, തലടക്കം കൊമ്പടക്കം മുറിച്ചിട്ട് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്കും അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പൊ നല്ല ക്ലാസ് കറിവേപ്പ് നോക്കൂ, എന്താ കരുത്ത്. കറിവേപ്പിന്റെ തയ്യ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു.